കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. 2017 മുതൽ പരിചയമുണ്ടെന്നും പോറ്റി മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ച് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 2017 പോറ്റിയുടെ വീട്ടിൽ പോയത്. പോലീസ് അകമ്പടിയോടെയാണ് പോയത്. പോറ്റിയിൽ നിന്നും ഒരു ഉപഹാരവും വാങ്ങിയിട്ടില്ല. ദേവസ്വം മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായും തനിക്കുള്ള പോറ്റിയുമായുള്ള ബന്ധം അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. വീട്ടിൽ പോയ കാര്യം SITയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷവും തീയതിയും യഥാർത്ഥത്തിൽ അപ്പോഴിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് 3 ഗൺമാൻമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഗൺമാൻ ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ എന്നെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഗൺമാൻ അത് ഓർക്കുന്നുണ്ട്, അന്ന് പോയ കാര്യം ഓർക്കുന്നുണ്ട്. എപ്പോഴെല്ലാം അവിടെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം സന്നിധാനത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, കടകംപള്ളി ആ ബന്ധം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇനി ചോദ്യം ചെയ്യാനുള്ള സാധ്യത, അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുമോ? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കടകംപള്ളിയെ കുറിച്ചുള്ള മൊഴി? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് 2017 മുതൽ കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ട്. ശബരിമലയിൽ വെച്ചാണ് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രനെ കാണുന്നത്. പിന്നീട് അടുത്ത സൗഹൃദമാവുന്നു. ഇയാളുടെ പുളിമാത്തുള്ള വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ എത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അക്കാര്യങ്ങളിലാണ് പിന്നീട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത സമയത്ത് SIT തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ആ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, താൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ ശബരിമലയിൽ എത്തുന്നു, അവിടെ വെച്ച് ഒരു സ്പോൺസർ എന്ന നിലയിലാണ് കാണുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്തുകാരനാണ് എന്നുള്ളതുകൊണ്ട് പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പുളിമാത്തുള്ള വീട്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇയാളിൽ നിന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സഹായം താൻ ഇതുവരെയും ചെയ്ത് നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുമുള്ള ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ മൊഴി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മാസങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ളതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയും അതിലൊരു വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് പൂർണ്ണമായും വിശ്വാസത്തിലേക്ക് അന്വേഷണ സംഘം എടുത്തിട്ടില്ല. എങ്കിലും ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി വന്നിരുന്നത് എന്ന് പറയുന്നത് ചില മൊഴികളായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാർ നൽകിയെന്ന് പറയപ്പെടുന്ന ചില മൊഴികളാണ്. ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും പോകുന്നതിന് വേണ്ടിയിട്ട് അന്ന് ആദ്യം ഇത്തരത്തിലുള്ള അപേക്ഷ വരുന്നത് ദേവസ്വം വകുപ്പിനാണ്. ആ ദേവസ്വം വകുപ്പിന് അപേക്ഷ വന്നിട്ട് അത് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും പുറത്തു വരികയൊന്നും ചെയ്തിരുന്നില്ല. അത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇടപെടൽ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെയൊക്കെ PS പ്രശാന്തനെയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നത്. PS പ്രശാന്തനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരണമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ കടകംപള്ളിയുടെ കാര്യത്തിൽ ഇതേവരെയും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് SIT കടന്നിട്ടില്ല. എന്തായാലും ഇത് വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ശരി സുജോ.